എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കൂട്ടറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, സ്കൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന കുട്ടികൾ തന്നെ കാണിക്കുന്ന ചെറിയ അബദ്ധങ്ങളും അശ്രദ്ധ കൊണ്ടുള്ള ആക്സിഡന്റും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതൊരിക്കലും ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, ഇതിന്റെ റിക്വസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. വീഡിയോസ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോ ചെയ്യാനുള്ള എന്റെ എനർജി. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനിടുന്ന വീഡിയോസ് ഒക്കെ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല അടിപൊളി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ഇടറോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗത്താണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും നമുക്ക് ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇടറോഡിലേക്ക് ഇറങ്ങുന്നതിന് 2-3 സെക്കൻഡ് മുമ്പേ ഞാൻ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ വന്ന് മെയിൻ റോഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഇരുവശവും കാണാൻ പറ്റുന്നതിന്റെ ആ രീതിയിലേക്ക് ഞാൻ വണ്ടി നിർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ രണ്ട് സൈഡും ഇടതും വലതും സൈഡും ഞാൻ നോക്കുന്നുണ്ട്, വണ്ടി വല്ലതും വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് വരുന്നില്ല എന്ന് ഉറപ്പുവരുന്നതിന് ശേഷമാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നിയല്ലേ? പക്ഷെ ഇതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമ്മൾ ഇതുപോലുള്ള ജംഗ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം. നമ്മൾ ഏത് ഭാഗത്തേക്ക് കയറി പോകുന്നു എന്ന് പുറകെ വരുന്ന വാഹനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അവരും ആ ഒരു സ്പീഡിൽ മാത്രമേ നമ്മുടെ പിന്നാലെ വരത്തുള്ളൂ. പിന്നെ നമ്മളൊന്ന് സ്ലോ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, അപ്പൊ അവരും കെയറിങ് ആയിട്ട് ഒരു വണ്ടിയുടെ ഗ്യാപ്പ് ഇട്ട് അവര് നിർത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ റോഡിന്റെ രണ്ട് വശവും നോക്കുക, വാഹനം ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുക. ഇതേ കാരണത്താൽ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടാവേണ്ടതായിരുന്നു. ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാണിക്കാതിരിക്കുക. വരുന്ന എല്ലാ വണ്ടികളും മെയിൻ റോഡിൽ പോകുമ്പോൾ അവര് കെയർ ചെയ്ത് വരണമെന്നില്ല. റോഡിൽ വണ്ടി വന്നിറങ്ങുമോ അല്ലെങ്കിൽ ആ റോഡ് പരിചയം ഉള്ളവരായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കരുത്. ഒരു ജംഗ്ഷൻ എത്തിയാല് തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി നിർത്തി വണ്ടി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു, എൻ്റെ സഹോദരിയായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറയുന്നത്, ഇപ്പൊ ഓടിച്ച് പഠിക്കുന്നവരാണെങ്കിലും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും ജംഗ്ഷനിൽ കുറച്ച് ആൾക്കാർ കൂടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ചെന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനും നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാൽ ആ ചുറ്റും കൂടി നിൽക്കുന്നവര് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് കരുതും, അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസമൊക്കെ അവിടെ അങ്ങ് നഷ്ടപ്പെടും. ഫ്രണ്ട്സ്, ഇതെല്ലാം അവരുടെ തെറ്റിദ്ധാരണകളാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് നമ്മൾ വണ്ടി ഓടിക്കുക, നമ്മൾ സേഫ്റ്റി ആയിട്ട് വീട്ടിൽ എത്തുക, നമ്മുടെ കൂടെ വാഹനം ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ നോക്കുന്നത് ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ മുമ്പേ പോകുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നതിനായിട്ട് ഹോൺ കൊടുക്കുന്നു. അപ്പൊ ആ ഡ്രൈവർ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഹോൺ കൊടുത്തില്ലെങ്കിൽ കൂടിയും ആ വണ്ടി ലെഫ്റ്റ് സൈഡ് തന്നെ പിടിച്ചു പോവുകയാണ്, നമുക്ക് സുരക്ഷിതമായിട്ട് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റും. ഓപ്പോസിറ്റ് വണ്ടി ഒന്നും വരുന്നില്ല, റോഡൊക്കെ ക്ലിയർ ആണ്, വളവൊന്നും അല്ല. അതൊക്കെ നോക്കിയാണ് നമ്മൾ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയ ഉടനെ പിന്നെ ലെഫ്റ്റ് പിടിക്കാൻ പാടില്ല. നമ്മുടെ പിറകെ വരുന്ന വണ്ടി അതേ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേഗം നമ്മൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങിയാൽ ആ വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതും എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ ആരും ചെയ്യരുത്. ഇതിലെ വളവുകളിൽ ഇതുപോലുള്ള മിററുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ എതിരെ വരുന്ന വണ്ടി നമുക്ക് ഹോൺ തന്നില്ലെങ്കിൽ കൂടിയും ഈ മിററൊക്കെ ഉപയോഗിച്ച് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടില് ഇപ്പോ എല്ലാ റോഡുകളിലും ഇടറോഡ് വന്ന് കയറുന്ന ഭാഗത്തും വളവുകളിലും ഒക്കെ ഇതുപോലുള്ള മിററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു ഉപകാരമാണ് ഡ്രൈവർമാർക്ക്. അതുപോലെ തന്നെ വളവുകളിൽ മാക്സിമം നമ്മുടെ സൈഡ് പിടിച്ച് തന്നെ വണ്ടി വളയ്ക്കുക, ഓപ്പോസിറ്റ് സൈഡിലൊന്നും ചെന്ന് കയറാതിരിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ച
കാര്യങ്ങളൊക്കെ എന്റെ ഈ 2-3 ദിവസമായിട്ടില്ലേ കുറച്ച് നാളുകളായിട്ട് സ്ഥിരം കണ്ടുവരുന്ന സ്കൂട്ടർ അപകടങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, മറ്റുള്ളവർക്കും ഒരു കുഴപ്പം ഉണ്ടാക്കാതെ എങ്ങനെ സേഫ്റ്റി ആയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ പുതുമയുള്ള വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ അക്ഷര സൈനിങ് ഓഫ്. ടാറ്റാ.